ഇടുക്കി ശാന്തമ്പാറ ആനയിറങ്കലിൽ കാട്ടാനയുടെ ആക്രമണം. റേഷൻ കട തകർത്തു. ചക്കക്കൊമ്പനാണ് കട തകർത്തത്. പ്രിൻസ് പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. പ്രിൻസ്, അരിക്കൊമ്പനുണ്ടാക്കിയ അതേ പ്രതിസന്ധി ചക്കക്കൊമ്പനും ഉണ്ടാക്കുന്നു എന്നതാണോ ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് സാഹചര്യം? ആനയുടെ ആക്രമണം എപ്പോഴാണ് ഉണ്ടായത്? തീർച്ചയായും അരിക്കൊമ്പന്റെ കാലഘട്ടത്തിലും ചക്കക്കൊമ്പനും അപകടകാരിയായിരുന്നു. അരിക്കൊമ്പനെ പോലെ തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു ആനയായിരുന്നു. ഇപ്പോൾ അരിക്കൊമ്പനെ ഇവിടുന്ന് കാട് കത്തിയ ശേഷം ചക്കക്കൊമ്പന്റെ ആക്രമണങ്ങൾ കൂടുതലായിട്ടുണ്ടെന്ന് വേണം കരുതാൻ. കഴിഞ്ഞ രാത്രി ഈ മേഖലയിലേക്ക് എത്തിയ ചക്കക്കൊമ്പനെ അല്ലെങ്കിൽ മറ്റു ആനകളെയൊക്കെ നാട്ടുകാർ നേതൃത്വത്തിൽ തുരുത്തിയിരുന്നു. എന്നാൽ പുലർച്ചയോടെ വീണ്ടും ആന ഇവിടേക്ക് എത്തുകയായിരുന്നു. ഏകദേശം ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് ആനയിറങ്കലിലെ റേഷൻ കടയ്ക്ക് സമീപിച്ചത് റേഷൻ കട ആക്രമിച്ചത്. ഒപ്പം ഈ റേഷൻ കടയ്ക്ക് ഉള്ളിലുണ്ടായിരുന്ന അരിയും ആട്ടയും ഒക്കെ എടുത്ത് ഭക്ഷിക്കാനും ശ്രമിച്ചു. ഇതോടൊപ്പം തന്നെ ഈ തൊഴിലാളികൾ താമസിക്കുന്ന ആനയിറങ്കലോട് ചേർന്നുള്ള ആനയിറങ്കലിലെ ഒരു ലയത്തിനുള്ളിൽ കടന്ന് അവിടെ ലയത്തിലുള്ള ഒരു കടയ്ക്ക് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. പിന്നീട് നാട്ടുകാർ ഓടിക്കൂടി ബഹളം വെച്ചതോടെയാണ് ആന ഇവിടുന്ന് പിൻവാങ്ങിയത്. ഈ ആനയുടെ ആക്രമണം ഈ ആനയിറങ്കൽ മേഖലയിൽ ശാന്തമ്പാറ പഞ്ചായത്തിലെ ആനയിറങ്കൽ ജലാശയത്തിൽ ചേർന്നുള്ള ആനയിറങ്കൽ ഒപ്പമുള്ള സമീപ പ്രദേശങ്ങളിലൊക്കെ തോട്ടമേഖലയിലൊക്കെ പതിവായി ഉണ്ടായിട്ടും ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയോ വനംവകുപ്പിന്റെയോ കൃത്യമായ ഇടപെടൽ മേഖലയിൽ ഉണ്ടാവുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. RRT ടീമൊക്കെ ഇവിടെ എത്താറുണ്ടെങ്കിൽ പോലും ആനയെ ജനവാസ മേഖലയിൽ നിന്നും മാറ്റുന്നതിനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകാറില്ല. പലപ്പോഴും നാട്ടുകാർ മാത്രമാണ് ഇത്തരത്തിൽ ഈ ആനയെ ഓടിച്ചുവിടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. RRT ടീം എത്തുമ്പോഴും എത്തി തീർത്താറുണ്ടെങ്കിലും വലിയ ദൂരത്തിലേക്ക്, അതായത് ഉൾക്കാട്ടിലേക്കൊന്നും ഇതേ കടത്തിവിടാനുള്ള ശ്രമം നടത്താറില്ല. അതുകൊണ്ട് തന്നെ ബഹളം വയ്ക്കുകയോ പടക്കം പൊട്ടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ആന അല്പം ഒന്ന് മാറിയാലും പിന്നീട് രാത്രിയോ പുലർച്ചെയോ ഒക്കെ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. അതാണ്, ചക്കക്കൊമ്പനാണ് വലിയ ഭീതി പരത്തുന്നത് മേഖലയിൽ. നേരത്തെ അരിക്കൊമ്പൻ വലിയ ഭീതി പരത്തുകയും ഒടുവിലാണ് അവിടുന്ന് പിടിച്ചുമാറ്റി അവിടുന്ന് മയക്കുവെടി വെച്ച് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇതാ ഇപ്പോൾ ചക്കക്കൊമ്പനും റേഷൻ കടയടക്കം ആക്രമിക്കുന്ന രീതിയിലേക്ക് സ്ഥിതി മാറി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.